ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സുപ്രീതി വിശേഷത്തിലേക്ക് കിടക്കാം. അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ടേ പോകാവുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ നമ്മുടെ നയനയ്ക്ക് ആകപ്പാടെ വിഷമവും സങ്കടവും ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെയാണ്. ആദർശിൻ്റെ ഈ അകലം, ആദർശ് കാണിക്കുന്ന ഈ അകലം നമ്മുടെ നയനയ്ക്ക് താങ്ങാൻ കഴിയുന്നില്ല. ഏതായാലും നയന ദേവയാനിയോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആദർശേട്ടൻ എന്നെ വിട്ട് ഒരുപാട് അകലെ പോകും. അത് കഴിഞ്ഞ് ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയെന്ന് തന്നെ വരാം. അതുകൊണ്ട് സത്യങ്ങളൊക്കെ പറയാൻ പോവുകയാണ്. ആ സത്യങ്ങളൊക്കെ കേട്ടിട്ടെങ്കിലും ആദർശേട്ടൻ ഒന്ന് സന്തോഷിക്കട്ടെ, എന്നെ സ്നേഹിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ നയന ഇന്ന് ആവശ്യപ്പെടുന്നത് ദേവയാനിയോട്. അപ്പം ദേവയാനി പറയുന്നുണ്ട്, ഓക്കെ, ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല മോളെ, എല്ലാ കാര്യങ്ങളും പറഞ്ഞോളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ അനാമികയാണെങ്കിൽ ചെയ്യുന്ന വൃത്തികേടുകളെല്ലാം ഇപ്പം സഹിക്കേണ്ട ഒരു അവസ്ഥയാണ് എനിക്കുള്ളത്. അത് ആദർശം പറഞ്ഞു, കണ്ണടച്ച് കളയുക, അല്ലാതെ കുടുംബത്തിൽ പ്രശ്നം ഇങ്ങനെ ഓരോന്നായിട്ട് ഉണ്ടാക്കാൻ ഒരുപാട് കാരണങ്ങൾ കാണും. ഇതൊന്ന് കണ്ണടച്ച് കളഞ്ഞാൽ മതി. അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകൾക്ക് നമുക്ക് ആൻസർ ഇല്ലാതായി പോകും. കാരണം വേറൊന്നുമല്ല, നീ എങ്ങനെയാണോ അതുപോലെയല്ലേ നിന്റെ ഭാര്യയും എന്നല്ലേ എല്ലാവരും എന്നോട് ചോദിക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുന്നുണ്ട്, ആ ഒരു സീന്. പിന്നെ നമ്മുടെ അനാമിക ജാനകിയോട് നമ്മുടെ അനിയെക്കുറിച്ചും നന്ദുവിനെക്കുറിച്ചുമുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന അങ്ങനെ ഒരു സീൻ, അങ്ങനെ ഒരു 3 പ്രധാന സീനുകളാണ് നമുക്കിന്നുള്ളത്. അപ്പോൾ ഏതായാലും വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ അനാമിക നമ്മുടെ അനിയോട് ദേഷ്യപ്പെട്ടിട്ട് അങ്ങ് മാറിപ്പോയി കേട്ടോ. അനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അനിയാണെങ്കിൽ ഇപ്പം ആകെപ്പാടെ സങ്കടത്തിലാണ്. വേറെ ഒന്നുമല്ല, എനിക്ക് നന്ദുവിനെ കാണണം, അവളെ എങ്ങനെയെങ്കിലും കാണണം, സംസാരിക്കണം, അവളുടെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണം. അതിനി എന്താണ് ഒരു വഴി? ഒരു വഴിയും കിട്ടുന്നില്ലല്ലോ എൻ്റെ ഈശ്വര എന്നൊക്കെ ഓർത്തുകൊണ്ടാണ് നമ്മുടെ അനി അവിടെ നിൽക്കുന്നത്. നന്ദു ആണെങ്കിൽ ഒട്ട് ഫോൺ വിളിക്കുന്നുമില്ല. നന്ദുവിനെ വിളിച്ചിട്ട് നന്ദു എടുക്കുന്നുമില്ല. അനി ഒത്തിരി തവണ വിളിച്ച് നോക്കുന്നുമുണ്ട്. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന നമ്മുടെ ജാനകിയാണ്. അപ്പം ജാനകിയും ജലജയും സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം ജാനകിക്കും ജലജയ്ക്കും സംസാരിക്കാനുള്ളത് വേറൊന്നുമല്ല, ആദർശിൻ്റെയും നയനയുടെയും കാര്യം തന്നെയാണ്. അങ്ങനെ നമ്മുടെ ജലജ ജാനകിയോട് പറയുന്നുണ്ട്, എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് ജാനകി, നമ്മളറിയാതെ ഇവിടെ എന്തൊക്കെയോ ആരൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. നയനയുടെ മുഖം കണ്ടിട്ട് എനിക്ക് അത്രയ്ക്ക് ശരിയായിട്ടൊന്നും തോന്നുന്നില്ല. നയന അവിടെ പോയിട്ട് വന്നതിൽ പിന്നെ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ആദർശം നയനയും തമ്മിൽ ഒരു അകലം വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ജാനകി പറയുന്നത്, എന്ത് കാരണമാണെങ്കിലും സന്തോഷമുള്ള കാര്യമല്ലേ, അതിപ്പോൾ എന്ത് കാര്യവും ആയിക്കോട്ടെ, എന്ത് കാരണവും ആയിക്കോട്ടെ, അത് തപ്പിപ്പോകാതെ ഉള്ള സന്തോഷം കിട്ടുമ്പോൾ നമുക്ക് കുറച്ച് ആശ്വാസമില്ലേ. അവർ തമ്മിൽ അടിച്ച് പിരിയട്ടെ. അല്ലെങ്കിലും നയന എന്ന് പറയുന്ന അവള് എന്നിവിടെ കാലെടുത്ത് വെച്ച് കുത്തിയോ, അന്ന് തുടങ്ങിയതല്ലേ ഈ കുടുംബത്തിൻ്റെ അധപ്പതനം. അതാർക്കും അറിയാൻ പറ്റില്ല. അവളെ എല്ലാവരും തലയിൽ കയറ്റി വെച്ചോണ്ട് നടക്കുക. എല്ലാവർക്കും അവളൊരു തിരിച്ചടി കൊടുക്കും. അന്നേ അച്ഛനും അമ്മയും ആദർശും ഒക്കെ മനസ്സിലാവുകയുള്ളൂ. പിന്നെ ഏടത്തിയുടെ കാര്യത്തിലും എനിക്ക് സംശയമൊക്കെ ഉണ്ട്. അതും കൂടെ പറയാൻ തന്നെയാണ് ജാനകി ഞാൻ വന്നത്. ഏടത്തി പഴയ ഏടത്തി ഒന്നുമല്ല. ഏടത്തിക്ക് ഇപ്പം എന്തൊക്കെയോ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഏടത്തി ഇപ്പം നയനെ സ്നേഹിക്കുന്നുണ്ടോയെന്ന് എനിക്ക് ചെറിയൊരു സംശയം ഇല്ലാതില്ല. കാരണം ഏടത്തി പല തവണ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് നയന ഇവിടെ ഇല്ലാതെ വരുമ്പോഴാണ്. ഇനി അവർ രണ്ടും പുറത്ത് വെച്ച് കൂടിക്കാഴ്ച നടത്താനും സ്നേഹപ്രകടനത്തിനും ഒക്കെയാണ് പുറത്തു പോകുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഇവരിങ്ങനെ ആദർശിൻ്റെ നയനയുടെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അനാമിക വരികയാണ്. അപ്പോൾ അനാമിക വന്നിട്ട്, നിങ്ങളിവിടെ അവരുടെ കാര്യം സംസാരിച്ചുകൊണ്ടിരുന്നോ? അതെ, അമ്മയുടെ മോൻ ഇവിടെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നതെന്ന് അമ്മയ്ക്ക് അറിയാമോ? അത് പിന്നെ മോളെ, നീ എന്താ പറയുന്നത്? അനിയുടെ കാര്യമാണോ? അനി അല്ലാതെ വേറെ ഏത് മോനാ അമ്മയ്ക്കുള്ളത്? എനിക്ക് മടുത്തു, എനിക്ക് സ്വൈരിക്കേടാ. ഏത് നേരവും നന്ദു നന്ദു നന്ദു. അവളുടെ സ്വഭാവം വാഴ്ത്തിപ്പാടലും മാത്രമേ അനി ഇപ്പം ചെയ്യുന്നുള്ളൂ. അവളെക്കുറിച്ച് പറയാൻ മാത്രമാണ് അനി എൻ്റെ മുമ്പിൽ വാ തുറക്കുന്നത്. അതൊക്കെ കേട്ട് സഹിക്കുന്നതിനും ഒരു പരിധിയുണ്ട്. ആ പരിധി വിട്ട് ഞാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആരും എന്നെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. കാരണം ഭർത്താവ് സ്നേഹിക്കാത്ത ഒരു പെണ്ണിന് ചിലപ്പം പല രീതിക്കൊക്കെ പോകേണ്ടി വരും. ഇത് കേട്ടോടനെ ജാനകി, മോൾ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? ഞാൻ പിന്നെ വിളിച്ചു പറയാതെ അല്ല, എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഞാൻ ജീവിക്കാൻ തുടങ്ങിയിട്ട് 5-6 മാസമായി. അറിയാലോ, ഒരു ഭാര്യയാണ് അല്ലെങ്കിൽ ഒരു പെണ്ണാണ് എന്നുള്ള രീതിയിലൊന്നും എന്നെ അനി നോക്കിയിട്ട് പോലുമില്ല. ഞാൻ ഒരു ഭാര്യയല്ലേ, ഒരു ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളില്ലേ, അതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ എന്തിനാ ഞാൻ ഇനി കടിച്ചു തൂങ്ങി കിടക്കുന്നത്? ഇവിടെ വിട്ടു പോയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എൻ്റെ വീട്ടിൽ ചെല്ലുകയാണെങ്കിൽ എനിക്ക് സ്വസ്ഥതയും സമാധാനവും കിട്ടുമല്ലോ. അവൻ ഏത് നേരവും
നന്ദുവിനെ വിളിച്ച് ചോദിക്കാനും നന്ദുവിനെ പുറത്ത് കൊണ്ടുപോകാനും ഒക്കെ സമയമുണ്ട്. എന്നെ ഒന്ന് പുറത്ത് കൊണ്ടുപോകാറുണ്ടോ അവന്? ഞാൻ മരവിച്ച മനസ്സുമായിട്ട് ഇവിടെ ഇരിക്കുകയല്ലേ, എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാറുണ്ടോ അവന്? ഇല്ലല്ലോ. പിന്നെ എന്തിന് ഞാൻ അവനെ സ്നേഹിക്കണം? പിന്നെ മനസ്സ് കൊടുത്തു പോയി, എന്നെ മനസ്സറിയാതെ ഞാൻ അവനെ സ്നേഹിച്ചു പോയി, അതേ ഞാൻ ചെയ്തുള്ളൂ കുറ്റം എന്നൊക്കെ പറഞ്ഞ് കണ്ണുനീരൊക്കെ ഒഴുക്കാണ്. കാരണം മറ്റേ സീൻ ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ അത് വിഷയം വളരെ ഗുരുതരമാവുന്ന നമ്മുടെ അനാമികയ്ക്ക് അറിയാം. അതുകൊണ്ട് അതിനു മുമ്പ് ഈ പറയുന്ന ജാനകീനെ സോപ്പിട്ട് കയ്യിൽ വെക്കണം. അപ്പൊ അതുകൊണ്ടുള്ള ചില ഇതൊക്കെയാണ് നമ്മുടെ അനാമിക അവിടെ കാണിക്കുന്നത്. ഏതായാലും ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയന അനന്തപുരി തറവാട്ടിൽ വന്നല്ലോ. നയന അനന്തപുരി തറവാട്ടിൽ ഇതിൻ്റെ ഇടയ്ക്ക് വന്നായിരുന്നു. ഓഫീസിലൊക്കെ പോയി നമ്മുടെ ആദർശിനോട് സംസാരിച്ചു. ആദർശിന് സംസാരിക്കാൻ തീരെ താല്പര്യമില്ല. ആ ഒരു രീതിയിലാണ് ആദർശ് സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ ദേവയാനിയുടെ അടുത്തേക്കാണ് ഫസ്റ്റ് നയന ചെന്ന് കയറുന്നത്. പെട്ടെന്ന് ദേവയാനിയുടെ അടുത്തേക്ക് ചെന്ന് വാതിലൊക്കെ അടച്ചിട്ട്, അമ്മ എനിക്ക് വയ്യമ്മ, ഞാൻ മടുത്തു. എന്തു പറ്റി ആദർശേട്ടന്? ആദർശേട്ടൻ എന്താ പ്രശ്നം? അമ്മയ്ക്ക് എന്തെങ്കിലും അറിയാമോ? അത് പിന്നെ മോളെ എനിക്കറിയാമെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് നീയും ആദർശം തമ്മിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന്. നിങ്ങൾക്കിടയിലെ പ്രശ്നം എനിക്ക് എങ്ങനെയാ അറിയാവുന്നത്? അല്ല മോൾ ആദർശനോട് എന്തെങ്കിലും ചെയ്തോ? അവന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും? എന്താ അമ്മ ഈ പറയുന്നത്? ഞാൻ എന്ത് കാര്യം ആദർശേട്ടനോട് ചെയ്യുന്നത്? ആദർശേട്ടന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ഞാൻ ചെയ്യാറില്ല. ആദർശേട്ടൻ എന്ത് പറഞ്ഞാലും അത് ഞാൻ ചെയ്യാറുമുണ്ട്. പിന്നെ എന്താണെന്ന് എനിക്കറിയില്ല. ആദർശേട്ടൻ എന്നിൽ നിന്നും അകന്നു പോകുന്ന പോലെ എനിക്ക് തോന്നുക. അതുമാത്രമല്ല, ഞാനിന്ന് ഓഫീസിൽ ചെന്നപ്പം സത്യത്തിൽ അവിടെ നാട്ടി ഇറക്കി വിടുന്നത് പോലെയാണ് എന്നെ ഇറക്കി വിട്ടത്. അവിടെ ചെന്നപ്പം ഒന്ന് സംസാരിക്കാനോ എൻ്റെ കാര്യങ്ങളൊന്ന് തുറന്നു പറയാനോ കൂടി സമ്മതിക്കുന്നില്ല. എന്നെ എന്തോ ശത്രുവിനെ കാണുന്ന പോലെയാ കാണുന്നത് ആദർശേട്ടൻ. എന്താ പറ്റിയത് എനിക്കറിയില്ല. അത് പിന്നെ മോളെ, എനിക്കും നീ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ അറിയത്തുള്ളൂ. അതിൽ കൂടുതലൊന്നും എനിക്കറിയില്ല. ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം. മോള് പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കാം. ഇനിയിപ്പോൾ ആദർശൻ്റെ മനസ്സിൽ എന്തെങ്കിലും ദേഷ്യവും വൈരാഗ്യവും ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ തമ്മിൽ ഒന്നിച്ചു എന്ന് പറയുമ്പം അവന് ഒരുപാട് സന്തോഷമാവും. അവൻ മാറും, നോക്കിക്കോ. പിന്നെ നമ്മുടെ സന്തോഷത്തിനല്ലേ അവൻ ജീവിക്കുന്നത് തന്നെ. അതുപോലെ തന്നെ മോളുടെ സന്തോഷം അവന് ആഗ്രഹിക്കുന്നുണ്ട്. മോളെ ഞാൻ സ്നേഹിക്കുന്നത് കാണാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ പലതും അവൻ ആഗ്രഹിക്കുന്നുണ്ട്. അതൊന്നും ഇനി വെച്ച് താമസിപ്പിക്കരുത്. നിങ്ങൾ ഇങ്ങനെ മാത്രം പോയാൽ പോരാ. നിങ്ങൾക്കിടയിൽ ഒരു കുട്ടിയും കൂടെ വന്നാലേ ശരിയാവത്തുള്ളൂ. ഒരു കുഞ്ഞും കൂടെ ഉണ്ടെങ്കിൽ ജീവിതം നല്ല ഇതായിട്ട് മുന്നോട്ടേക്ക് പോകത്തുള്ളൂ. ആ കുഞ്ഞിന് വേണ്ടി ജീവിക്കാൻ ഒരു പ്രതീക്ഷ നമ്മുടെ മനസ്സിലുണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ആദർശിൽ നിന്നും ആദർശിൻ്റെ ഒരു കുഞ്ഞിനെ നീ ആദർശിന് കൊടുക്കുമ്പോൾ അവിടെ വീണ്ടും വീണ്ടും നിന്നോടുള്ള സ്നേഹവും ബന്ധവും കൂടുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു വഴി നിങ്ങൾ പെട്ടെന്ന് കണ്ടെത്തിയേ തീരൂ. അല്ലെങ്കിൽ ഈ ബന്ധം മുന്നോട്ടേക്ക് പോകുമ്പോൾ പലവരും അത് രണ്ടാക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് ഈ അമ്മയ്ക്ക് താങ്ങില്ല. അതുകൊണ്ട് മോള് ആദർശനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത് തന്നെയായിരിക്കും നല്ലത് എന്നിങ്ങനെ പറയുകയാണ്. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനിയാണ്. അനി ഇങ്ങനെ വീണ്ടും നന്ദുവിനെ ഫോണെടുത്ത് വിളിക്കുകയാണ് കേട്ടോ. മാറി മാറി വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ നമ്മുടെ അനി എന്ത് ചെയ്യുന്നു? നന്ദുവിനൊരു മെസ്സേജ് അയക്കുക. നന്ദു, നീ എന്താ ഫോൺ എടുക്കാത്തത്? നീ വിളിക്കുന്നതും കാത്ത് ഞാനിവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായെന്നറിയാമോ? എനിക്കൊന്ന് ഉറങ്ങാനോ കഴിക്കാനോ എവിടെ പുറത്തേക്കൊന്ന് പോകാൻ പോലും പറ്റുന്നില്ല. നിന്നെ കാണാൻ വേണ്ടിയാ ആകെ ഞാൻ പുറത്തേക്ക് വരുന്നത്. പിന്നെ ജ്വല്ലറിയുടെ കാര്യമൊക്കെ എനിക്കറിയാം എങ്ങനെയായി തീരുന്നെന്ന്. ജ്വല്ലറിയുടെ കാര്യമൊക്കെ ഇപ്പം വലിയ പ്രശ്നത്തിൽ തന്നെയാണ് കിടക്കുന്നത്. നീ എന്നോട് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പ്ലീസ് ഒരു റിപ്ലൈ താ, പ്ലീസ് ഒരു റിപ്ലൈ താ നന്ദു എന്ന് പറഞ്ഞുകൊണ്ട് വോയിസ് മെസ്സേജ് ഒക്കെ വിട്ടു കേട്ടോ. വോയിസ് മെസ്സേജ് ആട്ടോ വിട്ടത്. അപ്പോൾ വോയിസ് മെസ്സേജ് വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദു അതവിടെ ഓപ്പൺ ചെയ്യുക. നന്ദു ഓപ്പൺ ചെയ്ത് വായിക്കുമ്പോൾ നന്ദുവിന് സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാണ്. ഈ പ്രണയം പ്രേമം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് മാറ്റി വെക്കാനായിട്ട് പറ്റില്ലല്ലോ. അങ്ങനെയാണല്ലോ ആ ഒരു സമയം. അങ്ങനെ നമ്മുടെ നന്ദുവിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പം നന്ദുവും വിചാരിക്കുക ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനി കൈവിട്ടു പോകും. മാത്രമല്ല എനിക്ക് പലരിൽ നിന്നും പലതും സഹിക്കേണ്ടി വരും. ഇനിയിപ്പം ജ്വല്ലറിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായാൽ അതും എൻ്റെ പേരിലും അനിയുടെ പേരിലൊക്കെ ഇരിക്കും. അതുകൊണ്ട് വിളിച്ചേക്കാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു അനിയെ ഫോൺ വിളിക്കുകയാണ്. അങ്ങനെ നന്ദു ഫോൺ വിളിച്ചിട്ട് ഹലോ അനി എന്ന് വെച്ചപ്പം, അയ്യോ നീ എന്താടി ഇത്രയും ദിവസം വിളിക്കാതിരുന്നത്? ഞാൻ എത്ര നേരം ഫോണിൻ്റെ മുമ്പിൽ ഇരിക്കാന്നറിയോ? ഓരോ കോൾ വരുമ്പോഴും നിന്റെ കോളായിരിക്കണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ നീ എന്താ വിളിക്കാതിരുന്നത്? അത് പിന്നെ അനി, നമ്മൾ കാരണം ഇനി ഒരു പ്രശ്നം ഉണ്ടാകരുത്. എന്ത് പ്രശ്നം ഉണ്ടാകാനാ? നിനക്കൊരു കാര്യം അറിയാമോ? നിന്റെ ഫോണിലേക്ക് ഞാനൊരു വീഡിയോ അയച്ചു തരാം, നീ അതൊന്ന് കാണ്. ഏതായാലും ആ വീഡിയോ സ്പ്രെഡാക്കണ്ട, വേറെ ആർക്കും കൊടുക്കുകയൊന്നും വേണ്ട. ഞാൻ ആ കാര്യം ആദർശേട്ടനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ വീഡിയോ ആദർശേട്ടനെ കാണിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് പറയാം,
ഇനിയിപ്പോൾ തൽക്കാലം ആ വീഡിയോ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്ക്. പിന്നെ നീ എന്നെ വിളിക്കാതിരിക്കരുത്. ആ വീഡിയോ കണ്ടാൽ തീർച്ചയായിട്ടും നീ എന്നെ വിളിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഏതായാലും ഫോൺ കട്ട് ചെയ്തു. ആ വീഡിയോ പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ അനാമികയും കാമുകനും കൂടി ഇരിക്കുന്ന വീഡിയോ. അയ്യോ, നമ്മുടെ നന്ദുവിനങ്ങ് എന്തോ പോലെ ആയിപ്പോയിട്ടോ. നന്ദു പെട്ടെന്ന് ഇവിടെ ഇത്തരത്തിലൊരു പെണ്ണും കൂടി ആയിരുന്നോ എന്ന് ചിന്തിച്ചു പോയി. ഒരു നിമിഷം ഇങ്ങനെ പതറിപ്പോയി. പെട്ടെന്ന് ആ റൂമിലേക്ക് വേറൊരു സ്ത്രീ കയറി വന്നു, ഒരു പെണ്ണ് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദു പെട്ടെന്ന് ഫോൺ അങ്ങ് മാറ്റുക. അപ്പോഴത്തേക്കും ആ പെണ്ണ് ചോദിക്കുകയാണ്, അതെ, നിന്റെ കാമുകനാണോ ഇപ്പൊ നിനക്ക് ഫോണിൽ മെസ്സേജ് ഒക്കെ അയച്ചു തന്നത്? അതുകൊണ്ടാണോ ഫോൺ കാണാതെ മാറ്റി പിടിക്കുന്നത്? മനസ്സിലാവുന്നുണ്ട്. അപ്പൊ എന്നെപ്പോലെ നിനക്കും ഉണ്ടല്ലേ കാമുകനൊക്കെ? ആ, ഈ പ്രേമം എന്ന് പറഞ്ഞാൽ ഒരു മഹാസാഗരവാ. അതിലൂടെ നീന്തി തുടിക്കാനുണ്ടല്ലോ. നീന്തി തുടിക്കുമ്പോൾ കിട്ടുന്ന കുളിർമയുണ്ടല്ലോ, അത് വല്ലാത്തൊരു കുളിർമ തന്നെയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പെണ്ണിങ്ങനെ പ്രേമത്തെക്കുറിച്ച് പറയാണ്. നമ്മുടെ നന്ദുവിനാണെങ്കിലോ അതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല. അപ്പൊ ആ പെണ്ണ് പോയ സമയം നോക്കി തിരിച്ച് നമ്മുടെ നന്ദു അനിയെ വിളിച്ചിട്ട് പറയുകയാണ്, എന്താ ഞാൻ ഈ കാണുന്നത് അനി? ഇതാ ഞാൻ പറഞ്ഞത്, അവളുടെ സവിശേഷതയും നന്മകളും ഒക്കെ ഇതാ നീ കണ്ടില്ലേ? ഇങ്ങനെ ഒരു പെണ്ണിനെ ഞാൻ എങ്ങനെ സ്നേഹിക്കാനാ? അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ലജ്ജ തോന്നുക, എനിക്ക് അറപ്പാവുക. അതുപോലെ ഒരു വൃത്തികെട്ടവളാ. ഇതൊരു വീഡിയോ, ഇതുപോലെ പല വീഡിയോ പലരുടെയും കയ്യിലുണ്ട്. അവള് എവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അതുപോലെയാ അവള്. ഞാനിനി കൂടുതൽ അവളെക്കുറിച്ച് പറഞ്ഞ് ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. കാരണം നമുക്കിടയിൽ അവളൊരു ചർച്ചാ വിഷയമാകാതിരിക്കുന്നതാണ് നല്ലത്. നന്ദു, നീ എന്നെ വിളിക്കാതിരിക്കരുത് കേട്ടോ. നീ വിളിക്കാതിരുന്ന് എനിക്ക് ഒന്നിനും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഫോണും കട്ട് ചെയ്യാണ് കേട്ടോ. ഏതായാലും ഈ സമയത്ത് ഫോണൊക്കെ കട്ട് ചെയ്തു. വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് നമ്മുടെ ആദർശം കടന്നു പോകുന്നത്. അപ്പോൾ ആദർശ് ഈ കാര്യം വന്ന് അനിയോട് പറയാണ് കേട്ടോ. അതായത് വേണു പറഞ്ഞ കാര്യങ്ങളൊക്കെ വന്ന് അനിയോട് പറയുന്ന ഒരു സീന് കാണിക്കുന്നുണ്ട്. വേറൊന്നുമല്ല, നീ ഇങ്ങനെ പോകുന്നത് കൊണ്ട് എനിക്ക് ഇനിയിപ്പം അനാമികയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം നീയും നന്ദുവും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാം. ഒരു ഭാര്യ ഏത് വഴി സഞ്ചരിക്കുന്നു എന്നുള്ളതല്ല, അവൾ സഞ്ചരിക്കുന്നത് എന്തുകൊണ്ട് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അങ്ങനെ വരത്തുള്ളൂ. അത് ഭർത്താവിന്റെ തലയിലും ചിലപ്പം വരാം. നീ നന്ദുവിന്റെ പുറകെ നടക്കുന്നത് പലരും കണ്ടിട്ടുണ്ട്. അത് ആ വേണുവും ആ അനാമികയും അങ്ങനെ പലരും. അതുമല്ല, എല്ലാവർക്കും അറിയാം നീയും നന്ദുവും തമ്മിലുള്ള സ്നേഹവും. അപ്പോൾ പിന്നെ ഇവളുടെ കുറ്റം എടുത്തു കാണിക്കാൻ പറ്റില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അനി ചോദിക്കും, അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ വിരിപ്പിനെ ഞാൻ ചുമന്നുകൊണ്ട് നടക്കണമെന്നാണോ ആദർശേട്ടൻ പറയുന്നത്? ഇല്ല, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് വയ്യ, ഞാൻ മടുത്തു. ഒരു മുറിയിൽ ഇങ്ങനെ ഇഷ്ടമില്ലാത്തവരുടെ കൂടെ കഴിയുക എന്നതേ അതത്രയ്ക്ക് നിസ്സാര കാര്യമൊന്നുമല്ല. ആദർശേട്ടൻ അറിയാലോ. എനിക്കറിയാം. അതെ, ഞാനൊരു കാര്യം 100 തവണ നിന്നോട് പറഞ്ഞതാ. ഞാനും നയനയും പണ്ട് എങ്ങനെയായിരുന്നു നിനക്കറിയാലോ. നയനയിടത്തിയായിട്ട് അനാമിക ഒരിക്കലും കമ്പയർ ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ആദർശേട്ടനോട്? അനാമിക എവിടെ കിടക്കുന്നു, നയനയിടത്തി എവിടെ കിടക്കുന്നു? നയനയിടത്തി എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടോ ആദർശേട്ടനിൽ നിന്ന്? അതുപോലെ എന്തെങ്കിലും വൃത്തികേട് കാണിച്ചിട്ടുണ്ടോ ഇതുപോലെ? ഇല്ലല്ലോ. ആദർശേട്ടന് ഇന്നും നയനയിടത്തിയുടെ മനസ്സിലുള്ളത് വേറൊരു പുരുഷനും അവിടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ആദർശേട്ടാ, നയനയിടത്തിയായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയാ. അപ്പോഴത്തേക്കും നമ്മുടെ ആദർശിനി ഇവനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പം എല്ലാവരും കാത്തിരിക്കുക. അടിപൊളി അടിപൊളി വിശേഷങ്ങളാണ് വരാനിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ രാവിലെ തന്നെ രേവതിയുടെയും സച്ചിയുടെയും വിശേഷം ഇട്ടിട്ടുണ്ടായിരുന്നേ. ആരെങ്കിലും കയറി കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കിക്കോളൂ. അടിപൊളി വിശേഷമാണ് ഇന്നത്തെ വിശേഷമേ. അപ്പം മിസ് ചെയ്ത് കളയരുത്. നമ്മുടെ ഈ വീഡിയോയുടെ താഴെ തന്നെ കിടപ്പുണ്ട്. ഉച്ചയ്ക്ക് നമ്മൾ രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ പ്രമവിശേഷമായിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബാലൻ്റെയും ഗോമതിയുടെയും ഇന്നത്തെ ഫുൾ വിശേഷം നമ്മൾ റിയൽ സ്റ്റോറിയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഗൗതമിൻ്റെയും നന്ദയുടെയും കഥ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇന്ന് എന്താണെന്നറിയില്ല വരാൻ താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് റിയൽ സ്റ്റോറി ന്യൂവിൽ നമ്മൾ അവരുടെ കഥ ഇതുവരെ ഇട്ടിട്ടില്ല. ഇന്നത്തത് വരുന്ന ഉടനെ തന്നെ നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് 3 ചാനലാണുള്ളത്. ജിൽ ചിന്നുവും റിയൽ സ്റ്റോറി ന്യൂവും. അപ്പോൾ ഇത് 3ലുമാണ് നമ്മൾ ഓരോ വീഡിയോസും ഇടുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. അടുത്ത വിശേഷവുമായിട്ട് വരാമേ. ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോണേ.